ഹായ് ഓൾ, വെൽക്കം ടു ടുഡേസ് ലെക്ചർ. സോ ഇന്ന് നമ്മുടെ പേപ്പറിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് 1ന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. സോ യൂണിറ്റ് 1 നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം യൂണിറ്റ് 1 കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതിന്റെ എലമെന്റ്സും കാര്യങ്ങളും ഡെഫിനേഷനും നമ്മൾ ഈ ഒരു വീഡിയോ നോക്കും. ബാക്കി ഗ്രോത്ത് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്ലസ് അതിന്റെ ഓരോരോ ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള എലമെന്റ്സും കമ്മ്യൂണിക്കേഷൻ ആസ്പെക്ട്സ് എന്താണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനേഷൻ നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഈസ് സംതിങ് ദാറ്റ് ഈസ് റെഫർഡ് ടു ആസ് ദ ഇന്റർ എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ് ബിറ്റ്വീൻ പീപ്പിൾ. സോ ആളുകൾ തമ്മിലുള്ള സംഭാഷണത്തിന് അല്ലെങ്കിൽ പരസ്പരം അവർ കൈമാറുന്ന ഒരു മെസ്സേജസിനെയാണ് നമ്മൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ തീർക്കുന്ന ലെക്ചർ അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, സോ ഞാൻ നിങ്ങൾക്ക് തരുന്ന പാസ് ഓൺ ചെയ്യുന്ന ഒരു കാര്യങ്ങളിൽ നിങ്ങൾ തിരിച്ച് എന്നോട് റെസ്പോണ്ട് ചെയ്യും. സോ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. സോ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാൻ തന്നെ കാരണം നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു കോമൺനെസ് അല്ലെങ്കിൽ ഒരു കോമൺ ഫാക്ടർ ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ആവുകയും പ്ലസ് നിങ്ങൾ അതിന് തിരിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കും അതിനൊരു മറുപടി പറയാൻ പറ്റുകയും ചെയ്യുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുകയും ഫെർദർ അത് എന്താ പറയാ പിന്നെയും മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുകയും ചെയ്യും. സോ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്യുന്നത് ലാറ്റിൻ വേർഡായ കമ്മ്യൂണിസം എന്നാണ്. കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ ടു മേക്ക് കോമൺനെസ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ അത് കൂടുതലാക്കാനും ലൈക്ക് അത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കമ്മ്യൂണിക്കേഷന്റെ മെയിൻ ഉദ്ദേശം. ഇനി ദ മോർ കോമൺ ബിറ്റ്വീൻ ടു പീപ്പിൾ ദ ബെറ്റർ ദ കമ്മ്യൂണിക്കേഷൻ ഗെറ്റ്. നമ്മളുടെ ഇടയിൽ കൂടുതൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ പെട്ടെന്ന് ഫ്രണ്ട്സ് ആവും. സോ അങ്ങനെ കമ്മ്യൂണിക്കേഷനും വളരെ പെട്ടെന്ന് പ്രോഗ്രസ് ആവും. ഇനി കുറച്ച് തിയറിസ്റ്റ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് കുറച്ച് ഡെഫിനേഷൻസ് തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഡെന്നീസ് മാക്വെൽ, നമ്മളൊരു ഫേമസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ മാസ് കമ്മ്യൂണിക്കേഷൻ തിയറിയിൽ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഈസ് സംതിങ് ഇൻ വിച്ച് ദ പ്രോസസ് ദാറ്റ് ഇൻക്രീസസ് കോമണാലിറ്റി. അതായത് കോമണാലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഡെന്നീസ് മാക്വെൽ വിശേഷിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കോമൺ ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഫെർദർ വളരെ സ്മൂത്ത് ആയിട്ടും വളരെ എഫക്റ്റീവ് ആയിട്ടും പോകും. സോ അങ്ങനെയുള്ള കോമണാലിറ്റി ഇൻക്രീസ് ആവുന്ന എന്തും തന്നെ കമ്മ്യൂണിക്കേഷൻ ആണ്. മറ്റൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഹാരോൾഡ് ലാസ്വെലിന്റെ ഡെഫിനേഷൻ ആണ്. അദ്ദേഹം കമ്മ്യൂണിക്കേഷന്റെ ഒരു മോഡലൊക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇനി വരുന്ന യൂണിറ്റ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ആ ഒരു യൂണിറ്റിൽ ആ ഒരു മോഡലിന്റെ ആ ഒരു തിയറി തന്നെയാണ് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ഡെഫിനേഷൻ ആയിട്ട് രേഖപ്പെടുത്തുന്നത്. സോ അതിൽ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് വെർ ഹൂ സേസ് വാട്ട് ഇൻ വിച്ച് ചാനൽ ടു ഹും വിത്ത് വാട്ട് എഫക്ട്. സോ ആരോട് പറയുന്നു, അത് ഏത് ചാനലിലൂടെ, വിത്ത് വാട്ട് എഫക്ട്, എന്ത് എഫക്റ്റ് ആണ് അതിനുണ്ടാകുന്നത്. സോ എന്താണ് പറയുന്നത്, ആ ഒരു മെസ്സേജും അതുകൊണ്ട് കേട്ടോ. അങ്ങനെ ഒരു 5 എലമെന്റ്സ് അല്ലെങ്കിൽ 5 കാര്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് കമ്മ്യൂണിക്കേഷനെ അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. ഇനി മറ്റൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ജോൺ സി മെറിൽ ആൻഡ് റാൽഫ് എൽ ലോവൻസ്റ്റീന്റെ ഡെഫിനേഷൻ ആണ്. അതെന്ന് പറയുമ്പം അവര് പറയുന്നത് ഇറ്റ് ഈസ് എ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ്. മനസ്സിന്റെ ഒരു സംയോജനം അല്ലെങ്കിൽ മനസ്സുകൾ തമ്മിലുള്ള ഒരു എന്താ പറയാ സങ്കലനം, അതിനെയാണ് മീറ്റിംഗ് ഓഫ് മൈൻഡ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം പെട്ടെന്ന് നമുക്ക് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അവർക്കും അതേ കാര്യം റിലേറ്റ് ചെയ്ത് തിരിച്ച് നമ്മളോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ കോമൺനെസ് ഇൻക്രീസ് ആവും പ്ലസ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുകയും ചെയ്യുന്നു. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അവർ ഇൻ ഷോർട്ട് ആയിട്ട് പറഞ്ഞതുപോലെ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളിടത്തെ നല്ല കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുള്ളൂ. സോ ഇങ്ങനെയാണ് കുറച്ച് തിയറിസ്റ്റുകളുടെ ഡെഫിനേഷൻ നമുക്ക് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഈ കമ്മ്യൂണിക്കേഷന്റെ നീഡ്, മനുഷ്യരായ നമ്മളെ സംബന്ധിച്ച് ഫുഡും ഷെൽട്ടറും എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണോ അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആണ് കമ്മ്യൂണിക്കേഷനും. കാരണം നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ്. സോ നമ്മളൊരു സോഷ്യൽ സെറ്റപ്പിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളൊരു സോഷ്യൽ ബീയിങ് ആയ സ്ഥിതിക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. മറ്റുള്ളവരോട് സംസാരിക്കുകയും പ്ലസ് അങ്ങനെ ഓരോ ദൈനംദിന ജീവിതങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഡെവലപ്മെന്റ് ഫെർദർ നമ്മൾ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും നമ്മുടെ ഗുഡ് റിലേഷൻഷിപ്പ് ഒക്കെ നടക്കുള്ളൂ. സോ അങ്ങനെ ഒരു ബേസിക് നെസസിറ്റി ഓഫ് മാൻ ആയിട്ടാണ് കമ്മ്യൂണിക്കേഷനെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് സൈക്ലിക് പ്രോസസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കുന്നു, അതേപോലെ നിങ്ങൾ തിരിച്ച് എന്നോട് സംസാരിക്കുന്നു. ഇപ്പൊ ഒരു ക്ലാസ് റൂം സെറ്റപ്പിലാണെങ്കിൽ ഞാൻ ഒരു ടീച്ചർ എന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ സ്റ്റുഡൻസ് ഓഫ് കോഴ്സ് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അതിന് ഉത്തരം പറയും. സോ അങ്ങനെ ഒരു എന്താ പറയാ ഒരു ടേൺ ഓഫ് ഇവന്റ്സ് ആണ് നോക്കുന്നത്, ഒരു സൈക്ലിക് ടേൺ ഓഫ് ഇവന്റ്സ്. സോ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സൈക്ലിക് ആയിട്ടുള്ള ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണ് കമ്മ്യൂണിക്കേഷൻ. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ് ഈസ് എ സൈക്ലിക് പ്രോസസ് ഓഫ് ഷെയറിംഗ് ഓഫ് എക്സ്പീരിയൻസ് ബിറ്റ്വീൻ 2 or more പാർട്ടിസിപ്പൻസ്. 2 or അതിലധികം പാർട്ടിസിപ്പൻസ് തമ്മിലുള്ള
ഒരു സൈക്ലിക് ഷെയറിംഗ് ഓഫ് എക്സ്പീരിയൻസ്, അവരുടെ തമ്മിലുള്ള എക്സ്പീരിയൻസ് സൈക്ലിക് ആയിട്ട് പിന്നെയും അവരൊരാൾ പറയുന്നു, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നു, പിന്നെ അതിന് ഉത്തരം കൊടുക്കുന്നു, പിന്നെയും പറയുന്നു. അങ്ങനെ ഒരു സൈക്ലിക് ടേൺ ഓഫ് ഇവന്റ്സ് ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിയേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോസസ്സാന്ന് പറഞ്ഞു. സോ ഒരു പ്രോസസ്സിന് കുറച്ച് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അത് വർക്ക് ആവുള്ളൂ, നല്ലപോലെ എഫക്റ്റീവ് ആവുള്ളൂ. സോ ആ ഒരു എലമെന്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ സെൻഡർ ഉണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്, ഒരു ചാനൽ ഉണ്ട്, പിന്നെ ഒരു റിസീവർ ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ഒരു ഫീഡ്ബാക്കും ഉണ്ട്. സോ ഇതിനെ ഞാൻ പറഞ്ഞു അവിടെ കൊടുത്തിട്ടുണ്ട് SMCR മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ നമുക്ക് ഒരുപാട് മോഡൽസ് ഇത് പഠിക്കാനുണ്ട്. അതിലൊരു മോഡലാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മോഡലാണ് ബെർലോവിന്റെ SMCR മോഡൽ. അത് നമ്മൾ ഫർദർ യൂണിറ്റിൽ പറയും. എന്നാൽ കൂടി അത് തന്നെയാണ് കമ്മ്യൂണിക്കേഷന്റെ ബേസിക് ആയിട്ടുള്ള എലമെന്റ്സിനെ ആട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് പറയാനും പറ്റുന്നത്. സോ കമ്മ്യൂണിക്കേഷന്റെ ആദ്യത്തെ എലമെന്റ് ആയിട്ടുള്ള സെൻഡർ ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ സെൻഡർ ആണ്. ഞാനൊരു മെസ്സേജ് പാസ് ചെയ്യും, അത് നിങ്ങളിൽ എത്തുമ്പോൾ നിങ്ങൾ റിസീവേഴ്സ് ആകുന്നു. നിങ്ങളുടെ സാധനം ഒരു ചാനലിലൂടെ ആയിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ചാനൽ എന്ന് പറയുന്നത് യൂട്യൂബ് ആകാം, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെ. അതേപോലെ ഇപ്പൊ ക്ലാസ് റൂംസിലാണെങ്കിൽ ടീച്ചർ അവരുടെ വേർഡ് ഓഫ് മൗത്ത് ആണ് ഉപയോഗിക്കുന്നത്. സോ വായ്മൊഴിയായിട്ടാണ് സംസാരിക്കുന്നത്. സോ അങ്ങനെ ഓരോരോ ചാനൽസും മീഡിയംസും യൂസ് ചെയ്തിട്ടാണ് ഒരു മെസ്സേജ് പാസ് ഓൺ ചെയ്യുന്നത്. ഇപ്പം അതൊരു ടെലിഫോണിക് കോൺവെർസേഷൻ ഒക്കെ ആണെങ്കിൽ ഒരു സിഗ്നൽ ആയിട്ടാണ് അത് പോകുന്നത്. സോ അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് സെൻഡറിന്റെ ഡെഫിനേഷൻ കൊടുത്തേക്കുന്നത് ഈ സമ്മൺ ഹൂ സെൻഡ്സ് ദ മെസ്സേജ്, എൻകോഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ഒരാളാണ് സെൻഡർ. ഇവിടെ ഞാൻ ഒരു സെൻഡർ ആണ്, നിങ്ങൾക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ. പിന്നെ അടുത്തൊരു എലമെന്റ് എന്ന് പറയുന്നത് റിസീവർ. നിങ്ങളൊരു റിസീവർ ആണ്, കാരണം എന്റെ മെസ്സേജ് ഡീകോഡ് ചെയ്ത് അത് മനസ്സിലാക്കി അതിന് റെസ്പോൺസ് തരാൻ എന്നുള്ളത് നിങ്ങളുടെ ഒരു കർത്തവ്യമാണ്. സോ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളൊരു റിസീവർ ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്. കാരണം ഞാൻ ആരെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? നിങ്ങളെയാണ്. നിങ്ങളാണ് എന്റെ റിസീവർ. സോ നിങ്ങളായിരിക്കും ആ മെസ്സേജ് സ്വീകരിക്കുന്ന ആൾ. ഇനി ഫർദർ അവിടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ റിസീവറായ നിങ്ങളിലേക്ക് ആ ഒരു മെസ്സേജ് എത്തിയെങ്കിൽ നിങ്ങൾ അഫ്കോഴ്സ് അതിനെ പ്രതികരിക്കണം അല്ലെ. ആ ഒരു പ്രതികരണത്തിനാണ് നമ്മളിവിടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇനിയുള്ളത് ചാനൽ. ചാനൽ എന്ന് പറയുമ്പോൾ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മാസ് മീഡിയ ആകാം, പ്രിന്റ് ആകാം, റേഡിയോ ആകാം, ടെലിവിഷൻ, അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് മീഡിയത്തിനെ നമുക്ക് ചാനൽ എന്ന് പറയും. അതിൽ നമുക്ക് നമ്മുടെ ഗസ്റ്റേഴ്സും ബോഡി മൂവ്മെന്റ്സും ഒക്കെ വരും. ഇപ്പൊ നമ്മൾ നേരിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഗസ്റ്റേഴ്സ് വരും, ബോഡി മൂവ്മെന്റ്സ് ഒക്കെ വരും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഫീഡ്ബാക്ക് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ സെൻഡേഴ്സ് റിസീവേഴ്സ് ആയിട്ട് മാറുകയും പ്ലസ് റിസീവേഴ്സ് സെൻഡേഴ്സ് ആയിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ ഒരു റോളിൽ തന്നെ ഒരു ഡൈവേർഷൻ വരുന്നു. സോ അങ്ങനെയുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. സോ ഇവിടെ ഫീഡ്ബാക്കിന് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. ഇപ്പം ഫീഡ്ബാക്കിൽ റിസീവർ, ഞാൻ പറഞ്ഞു റിസീവർ തരുന്നതാണ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു. സോ ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ഒരു സെൻഡർ ആയിട്ടുള്ള നമ്മൾ റിസീവർ ആയിട്ട് മാറുകയും ഫർദർ ദ റിസീവർ ബിക്കംസ് സെൻഡർ. സോ അങ്ങനെ ഒരു റോളില് ഒരു ഡൈവേർഷൻ അവിടെ നടക്കുന്നുണ്ട്. അതെപ്പോഴാന്ന് വെച്ചാൽ ഫീഡ്ബാക്കിനുള്ള റെസ്പോൺസ് റിസീവർ തരുമ്പോൾ, ഐ മീൻ നമ്മൾ കൊടുത്ത മെസ്സേജിനുള്ള റെസ്പോൺസ് ഫീഡ്ബാക്ക് ആയിട്ട് റിസീവർ തരുമ്പോൾ. ഇനി കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തിനാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്? സോ അതെങ്ങനെയാന്ന് നോക്കാം. സോ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആണെങ്കിൽ ആ ഒരു നമ്മൾ കമ്മ്യൂണിക്കേഷനിലൂടെ ഉദ്ദേശിച്ച കാര്യം അത് സാധിക്കണം. ഞാൻ നിങ്ങളോട് ഒരു ബുക്ക് ചോദിച്ചാൽ നിങ്ങൾ എനിക്ക് ആ ഒരു ബുക്ക് തരാൻ വില്ലിംഗ് ആണെങ്കിൽ മാത്രമേ അവിടെ എന്റെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുള്ളൂ. ഇപ്പൊ ഇവിടെ നമുക്ക് മെറ്റീരിയൽ പ്രകാരമുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആൻഡ് ഇലക്ഷൻസ് ആണ്. ഇപ്പൊ പൊളിറ്റിക്കൽ ക്യാമ്പയിനിൽ ഒരു നേതാവ് നല്ല രീതിയിൽ ടോക്ക് ചെയ്തു, ഓഡിയൻസിനെ വല്ലാതെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്ത് കയ്യിലെടുത്തു. സോ അങ്ങനെ ആ ഒരു ടോക്ക് ഓഡിയൻസിൽ എത്തിയെങ്കിൽ മാത്രമേ അവര് ഇലക്ഷനിൽ വോട്ട് ചെയ്യുള്ളൂ. വോട്ട് ചെയ്ത് അയാളെ ജയിപ്പിച്ചാല് സോ എന്ത് പറ്റും? സോ അവിടെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഉള്ളത്. സോ കാരണം അവരിലേക്ക് ആ ഒരു പ്രസംഗം എത്തി, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ ആ ഒരു നേതാവിന് കഴിഞ്ഞു. ഇനി അത് കഴിയില്ലെങ്കിൽ അവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും. ഓഫ് കോഴ്സ് ഹി വിൽ ലൂസ് ഇൻ ദാറ്റ് ഇലക്ഷൻ, റൈറ്റ്? ഇനി ഇതൊന്നും അല്ലാതെ ഒരു ന്യൂട്രൽ ഫീഡ്ബാക്കിന് അവിടെ പോസിബിലിറ്റി ഉണ്ട്. അതായത് കേൾക്കുന്ന ഓഡിയൻസ് ഇദ്ദേഹം പറയുന്നത് മാത്രം വിശ്വസിക്കാതെ മറ്റു പലരും പറയുന്നത് വേറെ കാര്യങ്ങളും, ഇപ്പൊ നേരത്തെ തന്നെ ഒരു രാഷ്ട്രീയ ചായ്വുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ എന്താ പറയുക ഡിസിഷൻ മേക്കിംഗ് ഇതുണ്ടാവും. അല്ലെങ്കിൽ മറ്റു പലരുടെയും സ്വാധീനം, ഇപ്പൊ ഒപ്പീനിയൻ ലീഡേഴ്സിന്റെ സ്വാധീനം വരാം, മറ്റാരെങ്കിലും പറയുന്നത് കേട്ടിട്ട് വോട്ട് ചെയ്യാൻ പോകാം. സോ അങ്ങനെയുള്ളിടത്ത് ഒരു ന്യൂട്രൽ ഫീഡ്ബാക്കും ക്രിയേറ്റ് ആകുന്നുണ്ട്. അങ്ങനെ ഫീഡ്ബാക്ക് തന്നെ പോസിറ്റീവും നെഗറ്റീവും ന്യൂട്രൽ ആയിട്ടും ഉണ്ട്. ഇത് വേറൊരു എക്സാമ്പിൾ കൊടുത്തേക്കുന്ന സ്റ്റുഡൻസ് ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കും. ഐ മീൻ ടീച്ചർ ഒരു അസൈൻമെന്റ് കൊടുത്തിട്ട് അത് സ്റ്റുഡന്റ് കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നത്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. സോ അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഡെയിലി ലൈഫിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇനി കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സ് ആണ്. കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പഠിച്ചു പ്ലസ് അതിന്റെ എലമെന്റ്സ് നോക്കി ഇനി നമ്മൾ അറിഞ്ഞിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ബാരിയേഴ്സ് എന്തൊക്കെയാണ്. നമ്മുടെ മെറ്റീരിയൽ പ്രകാരമുള്ള കുറച്ച് ബാരിയേഴ്സ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മൾ മെയിൻ ആയിട്ട് അറിയേണ്ടത് ഇത് കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ ടെക്നോളജിക്കൽ ബാരിയർ പ്ലസ് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ലാംഗ്വേജ് ബാരിയർ.
സോ ഇതാണ് മെയിനായിട്ട് ബാരിയേഴ്സിനെ തരംതിരിച്ചിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ ബാക്കി മെറ്റീരിയൽ പ്രകാരം തന്നെ പോകും. സോ ഫസ്റ്റ് പറയുന്ന ഒരു ബാരിയർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഡൺ അറ്റ് എ റോങ് ഓർ ഇൻകൺവീനിയന്റ് ടൈം. അതായത് ഇപ്പൊ നമ്മുടെ സെന്റർ ഒരു മെസ്സേജ് പാസ് ചെയ്യും, റിസീവർ വളരെ ബിസിയാന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അഫ്കോഴ്സ് അദ്ദേഹം കേട്ട് കാണും. ഇപ്പൊ നേരിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ തന്നെ ബിസിയാണ്, വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അന്നേരം മെസ്സേജ് കേൾക്കുന്നുണ്ടാവും, പക്ഷെ മനസ്സിലാവുന്നുണ്ടാവില്ല. പ്ലസ് തിരിച്ച് നമുക്കൊരു പോസിറ്റീവ് അല്ലെങ്കിൽ നമുക്കൊരു ഫീഡ്ബാക്ക് അവിടെ ലഭിക്കണം എന്നുണ്ടാവില്ല. കാരണം മെസ്സേജ് ഈസ് ബീൻ കമ്മ്യൂണിക്കേറ്റഡ് അറ്റ് എ റോങ് ടൈം. സോ അതൊരു ഇൻകൺവീനിയൻസ് ആണ്, അത് ഒരു ബാരിയർ ആണ്. ഇനി രണ്ടാമത്തെ ഒരു ബാരിയർ എന്ന് പറയുന്നത് പൊതുവെ ഉണ്ടാകാറുള്ള ഒരു ബാരിയർ, ഡിസ്റ്റോർഷൻ ഓഫ് ദ മെസ്സേജ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ബാരിയർ. അതായത് ഇപ്പൊ ഒരു സിഗ്നൽ, ഇപ്പൊ ഒരു ടെലിഫോണിക് കൺവെർസേഷനിൽ സിഗ്നലിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ മെസ്സേജ് നല്ല പോലെ റിസീവറിൽ എത്തണമെന്നില്ല. സോ അങ്ങനെയുള്ളിടത്ത് ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണം, സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് ഒരു ബാരിയർ ആയിട്ട് ക്രിയേറ്റ് ആക്കപ്പെടാം. ഇനി മൂന്നാമത്തെ ഒരു ഇതാണ് ഇൻഫർമേഷൻ ഓവർലോഡ്. അതായത് ഒന്നിലധികം കാര്യങ്ങൾ നമ്മൾ റിസീവറിന് ഒന്നിലധികം കാര്യങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ പറയാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന് മെയിൻ ഐഡിയ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത് പറയാൻ പോയത് എന്ന് മനസ്സിലാവില്ല. സോ അങ്ങനെ ഒരു പ്രശ്നം കൂടെ വരാറുണ്ട്. ഇൻഫർമേഷൻ ഓവർലോഡ് തീർച്ചയായും ഒരു ബാരിയർ ആയിട്ട് കണക്കാക്കപ്പെടാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ എലമെന്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതായത് നമ്മൾ കുറച്ച് സെൻഡർ ആരാണ്, റിസീവർ ആണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ നമ്മൾ പറയാതെ പോയൊരു ടൈമാണ് നോയ്സ്. നോയ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഹിൻഡ്രൻസ്, അല്ലെങ്കിൽ ഒരു ട്രബിൾ കോസിങ് എലമെന്റ് ആണ്. നമ്മുടെ മെസ്സേജിന് എന്താ പറയാ റിസീവറിലേക്ക് കറക്റ്റ് ആയിട്ട് എത്താതിരിക്കാനായിട്ട് കോസ് ചെയ്യുന്ന ഒരു ഹിൻഡ്രൻസിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. ആ നോയ്സ് പലതരത്തിലുണ്ട്, അത് നമുക്കിപ്പം പഠിക്കില്ല. നമുക്കിപ്പം ബാരിയേഴ്സ് നോക്കിയാണ്. സോ നമുക്ക് അടുത്ത ബാരിയർ നോക്കാം. അടുത്തതെന്ന് പറയുമ്പോൾ ലാംഗ്വേജ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. ലാംഗ്വേജ് ബാരിയേഴ്സിൽ തന്നെ, ലാംഗ്വേജ് ബാരിയർ എന്ന് വെച്ചാൽ തന്നെ ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാൾക്ക് മലയാളം സംസാരിക്കുന്ന ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പൊ എനിക്ക് തന്നെ ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് മറ്റൊരാളോട്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളോട് എന്തെങ്കിലും ചോദിക്കാൻ പോയാൽ അഫ്കോഴ്സ് എനിക്ക് അവരുടെ ലാംഗ്വേജ് അനുസരിച്ച് അവർ പറയുന്ന മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ പ്ലസ് അവരെന്താ ഉദ്ദേശിച്ചെന്നും എനിക്ക് മനസ്സിലാകില്ല. സോ അങ്ങനെ ഒരു പ്രശ്നം. അങ്ങനെ വൊക്കാബുലറി ഒരു പ്രശ്നമായിട്ട് വരും, പ്ലസ് സെമാൻറ്റിക്സും ഒരു പ്രശ്നമായിട്ട് വരും. ഇത് രണ്ടും ലാംഗ്വേജുമായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പം വൊക്കാബുലറി തന്നെ യൂസ് ഓഫ് ഡിഫിക്കൽട്ട് വേർഡ്സ്, അതായത് റിസീവറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത ജാഗൻസും കാര്യങ്ങളും. ഇപ്പൊ ഒരു ഡോക്ടർ ഉപയോഗിക്കുന്ന ടെർമിനോളജീസ്, ഇപ്പൊ അദ്ദേഹം ഒരു ഡിസീസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ആ ഒരു ടേം ഒരു കോമൺ മാനായ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റൂല. സോ അന്നേരം അതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, അതൊരു ലാംഗ്വേജ് ബാരിയർ ആണ്. ഇനി മറ്റൊരു കാര്യം സെമാൻറ്റിക്സ്. ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ മെസ്സേജസ് മീനിങ് ഈസ് അൺക്ലിയർ ടു ദ ഓഡിയൻസ്, ഓർ വാട്ട് ദ ഓഡിയൻസ് അണ്ടർസ്റ്റാൻഡ്സ് ഈസ് ഡിഫറെന്റ് വാട്ട് ദ സോഴ്സ് മെന്റ്. സോ സെമാൻറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സംഭവം റിസീവർ അല്ലെങ്കിൽ ഓഡിയൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പം നമ്മൾ ഒരു ടേം എടുക്കുക, ലിഫ്റ്റ്, എലവേറ്റർ. ഇപ്പൊ എനിക്ക് ലിഫ്റ്റ് എന്താണെന്ന് അറിയാം, പ്ലസ് എലവേറ്റർ എന്താണെന്ന് അറിയാം. പക്ഷെ അതേസമയം നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് ലിഫ്റ്റ് എന്നുള്ള വാക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെയായിട്ടുള്ള ഒരാളോട് നമ്മൾ എലവേറ്ററിൽ പോകാം അല്ലെങ്കിൽ എലവേറ്റർ എന്ന് പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവില്ല. കാരണം അവിടെ നമ്മൾ രണ്ടുപേർക്കും സംഭവം സെയിം സാധനം തന്നെ, പക്ഷെ രണ്ടുപേർക്കും രണ്ടിനെ കുറിച്ചുള്ള, ഇപ്പൊ എനിക്ക് ഒരാൾക്ക് രണ്ടിനെ കുറിച്ചും അറിയാം, പക്ഷെ മറ്റൊരാൾക്ക് ഒരെണ്ണം മാത്രമേ, ഒരു മീനിങ് മാത്രമേ അതിന്റെ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു സിനോണിം അല്ലെങ്കിൽ മറ്റൊരു നെയിം ഇതാണ് എന്ന് അറിയാത്തത് കൊണ്ട് അവിടെ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കും. സോ അങ്ങനെ ലാംഗ്വേജ് ഒരു ബാരിയർ ആയി. ഇനി സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ, ഇപ്പം നമ്മുടെ മെന്റാലിറ്റി ഇഷ്യൂസ് ഒക്കെ ഒരു പ്രശ്നമായിട്ട് വരും. ഇതിൽ ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് നോയ്സും മറ്റൊന്ന് പെർസെപ്ഷൻ സെറ്റ് ഡിഫറൻസും. നോയ്സ് എന്ന് ഇവിടെ പറയുന്നത് നമ്മുടെ നോയ്സ് ഒരു നോർമൽ എലമെന്റ് എന്നുള്ള നോയ്സിന്റെ ആ ഒരു മീനിങ് അല്ല, മറിച്ച് ഇപ്പം ഒരു സ്റ്റുഡന്റ് ക്ലാസ്സിൽ ടീച്ചർ വളരെ, ഇപ്പൊ ഒരു മാത്സ് ടീച്ചർ ക്ലാസ് എടുക്കണമെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ പലർക്കും മാത്സ് വളരെ ഇഷ്ടമല്ലാത്തതുകൊണ്ടൊക്കെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കൂല, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും, റൈറ്റ്? അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡന്റ് ക്ലാസ്സിന്റെ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിനെ കുറിച്ച് ചിന്തിക്കും. അപ്പോൾ ടീച്ചർ പറയുന്ന ഒന്നും എന്തായാലും ആ ഒരു സ്റ്റുഡന്റിന് മനസ്സിലാകാൻ പോകുന്നില്ല. സോ അങ്ങനെ ഒരു നോയ്സ്, അതായത് ടീച്ചർ പറയുന്ന കാര്യം കൊച്ചിന് ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യമല്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ എന്താ പറയാ ഒരു സൈക്കോളജിക്കൽ ബാരിയർ, ഒരു നോയ്സ് ആയിട്ട് അത് ക്രിയേറ്റ് ആകും. കാരണം നമുക്ക് അവിടെ കേൾക്കാൻ താല്പര്യമില്ല. അപ്പൊ നമ്മുടെ ടീച്ചർ ഒരു മെസ്സേജ് നമുക്ക് പാസ് ഓൺ ചെയ്യുമായിരിക്കും, ആ ഒരു മെസ്സേജ് നമ്മളിലേക്ക് എത്തില്ല. കാരണം അവിടെ ഓൾറെഡി ഒരു ഇത് പ്രശ്നം ഉണ്ടല്ലോ, നമുക്ക് അവിടെ നമ്മൾ ആ ഒരു ഇത് കേൾക്കാനുള്ള താല്പര്യത്തില്ല. അപ്പം അഫ്കോഴ്സ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രോപ്പർ ആയിരിക്കില്ല, പ്ലസ് അത് എഫക്റ്റീവ് ആവില്ല. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്ന പെർസെപ്ഷൻ സെറ്റ് ഡിഫറൻസ്. അതെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും യുണീക്കാണ്. ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ടാവും. അത് അവര് വളർന്നിട്ടുള്ള സോഷ്യൽ റിയാലിറ്റീസിൽ നിന്നും വാല്യൂ സിസ്റ്റത്തിൽ നിന്നും ഒക്കെ വരുന്നതാണ്. സോ അങ്ങനെയുള്ളപ്പം ഇപ്പം ഒരു അഡ്വർടൈസ്മെന്റ് എടുത്തു,
ഒരു അഡ്വർടൈസ്മെന്റ് എന്നെ സ്വാധീനിച്ചതുപോലെ നിങ്ങളെ സ്വാധീനിച്ചെന്ന് വരിക. നിങ്ങളെ സ്വാധീനിക്കുന്ന പോലെ എന്നെയും സ്വാധീനിക്കണമെന്നില്ല. ഇപ്പൊ ഒരു കാറിന്റെ പരസ്യം കണ്ട് ഞാൻ കാർ വാങ്ങാൻ പോയി. പക്ഷെ എന്റെ കൂട്ടുകാരി അത് വാങ്ങണമെന്നില്ല. സോ അവിടെ ഒരു പെർസെപ്ഷൻ സെറ്റ് ഡിഫറൻസ് ഉണ്ട്. സോ ആ പെർസെപ്ഷൻ സെറ്റ് ഡിഫറൻസിന്റെ ഒരു ഡെഫിനേഷൻ തന്നെ പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് over a period of time in which the individuals build a certain tendency to perceive a message in a certain way. ആളുകൾ അവരുടേതായ രീതിയിലാണ് ഒരു മെസ്സേജിനെ പെർസീവ് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്. സോ ആ ഒരു ഇതും ഒരു ബാരിയർ ആയിട്ട് വരും. എന്ത് ബാരിയർ? സൈക്കോളജിക്കൽ ബാരിയർ ആയിട്ട് വരും. സോ ഇങ്ങനെ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു ബാരിയേഴ്സ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ടെക്നോളജി അല്ല ടെക്നിക്കൽ ബാരിയർ. ഞാൻ പറഞ്ഞു എന്തെങ്കിലും സിഗ്നൽസ് അല്ലെങ്കിൽ സാങ്കേതിക തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. ഇപ്പം നമ്മുടെ ഇഷ്യൂസ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളും താല്പര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ സൈക്കോളജിക്കൽ ബാരിയർ. പിന്നെ ലാംഗ്വേജ് ബാരിയർ, ഭാഷാപരമായ പ്രശ്നങ്ങൾ. സോ അങ്ങനെയുള്ള ബാരിയേഴ്സ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ മെറ്റീരിയൽ കൊടുത്തിരിക്കുന്ന ഈ ബാരിയേഴ്സ്. ഇനി മറ്റൊരു ബാരിയർ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ട്രസ്റ്റ് ആൻഡ് ജലസി. അതായത് ഒരാളിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഫെർദർ അവിടെ കമ്മ്യൂണിക്കേഷൻ തന്നെ പോസിബിൾ ആവുള്ളൂ. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഇല്ലാത്ത ഒരാളോടാണെങ്കിൽ നമ്മൾ സംസാരിക്കണമെന്നില്ലല്ലോ. സോ അങ്ങനെ ലാക്ക് ഓഫ് ട്രസ്റ്റും ജലസിയും തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ബാരിയർ ആയിട്ട് വരാം. ട്രസ്റ്റ് വർത്തിനെസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളോട് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നു. സോ അങ്ങനെ അതും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമായിട്ട് വരും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഫിൽട്ടറിംഗ്. ഇൻഫർമേഷൻ ഫിൽട്ടറിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ദ റിസീവേഴ്സ് ടെൻഡ് ടു ആക്സെപ്റ്റ് ഓൺലി ദോസ് മെസ്സേജസ് that they find interesting or reinforce the notions and beliefs they already have. They filter such information and leave out the rest. ഇത് മറ്റൊരു സൈക്കോളജിക്കൽ ബാരിയറിന്റെ എക്സാമ്പിൾ ആണ് ഇൻഫർമേഷൻ ഫിൽട്ടറിംഗ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമേ നമ്മൾ എടുക്കുള്ളൂ. ഇപ്പൊ ഒരാള് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച്, ഒരു ക്രിക്കറ്റ് മാച്ചിനെ കുറിച്ചോ എന്തിനെങ്കിലും കുറിച്ച് വാദോരാതെ സംസാരിച്ചാൽ നമുക്കതിന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത്. ഇപ്പം ധോണിനെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ധോണിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ, വേറൊരാളെ കുറിച്ച് പറയുന്നത് കേൾക്കണമെന്നില്ല. സോ അങ്ങനെ ഇൻഫർമേഷൻ ഫിൽട്ടർ ചെയ്ത് എടുക്കുന്ന ഒരു ടെൻഡൻസിയും കൂടെ നമുക്കുണ്ട്. അതൊരു സൈക്കോളജിക്കൽ ബാരിയർ കൂടിയാണ്. ഇപ്പൊ ഫിൽറ്റേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ മീഡിയയിൽ ഇന്നത്തെ മാസ് മീഡിയ തന്നെ നമുക്ക് ഗേറ്റ് കീപ്പേഴ്സ് അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മൾ ഏത് ന്യൂസ് കാണും, നമ്മൾ ഏത് ന്യൂസ് നമ്മുടെ മുമ്പിലേക്ക് വരണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ള ആ ഒരു തോട്ട് നമ്മളിലേക്ക് തരുന്നത് തന്നെ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ ഗേറ്റ് കീപ്പേഴ്സ് ആണ്. മീഡിയ ആണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. സോ അങ്ങനെ മീഡിയയും പലപ്പോഴും ഒരു ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അത് ഞാനിപ്പോ ജസ്റ്റ് പറഞ്ഞതുകൊണ്ട് ഇനി ഫെർദർ മൊഡ്യൂൾസിലൊക്കെ നമ്മളത് പറയേണ്ടതാണ്. സോ ഇൻഫർമേഷൻ ഫിൽട്ടറിങ്ങും ഒരു സൈക്കോളജിക്കൽ ബാരിയറാണ്. ഇനി നമ്മൾ ബാരിയേഴ്സ് കണ്ടു. ബാരിയേഴ്സ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമുക്ക് പഠിക്കാനുള്ളത് കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ് ആണ്. കമ്മ്യൂണിക്കേഷൻ ബേസിക് ആയിട്ട് സ്കോളേഴ്സ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് 4 തരത്തിലാണ്. ഒന്ന് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ദ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഒക്കേഴ്സ് വിത്തിൻ, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ്, ഇന്നർ തോട്ട്സ്, മോണലോഗ്സ് കാര്യങ്ങളൊക്കെ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി വേറൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഇന്റർ പേഴ്സണൽ. സോ അത് രണ്ടും കൺഫ്യൂസ് ആകാതെ നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനെ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. നമ്മുടെ ഉള്ളിലെ തോട്ട്സ് ആകാം, മറ്റു ചിന്തകളും കാര്യങ്ങളും ഒക്കെ. അതിനെ തന്നെ നമുക്ക് ഓട്ടോ കമ്മ്യൂണിക്കേഷൻ പ്ലസ് ഇൻട്രോസ്പെക്ഷൻ എന്നും കൂടെ വിളിക്കാം. ഇനി അടുത്തത് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. രണ്ടുപേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അവിടെ ഫീഡ്ബാക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യും, കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ എഫക്റ്റീവ് ആവും. പ്ലസ് നമ്മൾ രണ്ടുപേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിരിക്കും, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയും അണ്ടർസ്റ്റാൻഡിങ്ങും ഫർദർ കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ട് പ്രോഗ്രസ് ആവുകയും ചെയ്യും. സോ അങ്ങനെ ഒരു കാര്യം കൂടെ ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അതും കൂടെ ഒരു പ്രത്യേകതയാണ്. ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ എന്നും ഫർദർ 1-to-1 കമ്മ്യൂണിക്കേഷൻ എന്നും കൂടെ വിളിക്കും. അതിന് മൂന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ അത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. രണ്ടോ അതിലധികം ആളുകളുമായിട്ടുള്ള സംവാദത്തിന് അല്ലെങ്കിൽ സംഭാഷണത്തിന് നമ്മൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കും. അതായത് ഇപ്പം ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ സ്റ്റുഡൻസിനോട് പറയുന്നത്, സംസാരിക്കുന്നതായിട്ട് ടീച്ച് ചെയ്യുന്നതായിട്ട് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഒരു കമ്പനിയിലെ മീറ്റിംഗ് പോലും അതിനൊരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. സോ ഇനി നാലാമത്തെ കമ്മ്യൂണിക്കേഷൻ എന്താ നോക്കാം. അതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു മാസ് മീഡിയ ഉപയോഗിച്ചിട്ട് ഒരു മാസ് ഓഡിയൻസിനെ അഡ്രസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അവിടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് ആയിരിക്കും, അനോണിമസ് ആയിരിക്കും. നമുക്ക് അറിയത്തുണ്ടാവില്ല, ഒരുപാട് പേരിലേക്ക് അതെത്തും. ഇപ്പം നേരത്തെ പറഞ്ഞത് 1-2 ആളുകളല്ല, ഒട്ടനവധി ആളുകളിലേക്ക് എത്തും. പ്രത്യേകിച്ച് മാസ് മീഡിയ ലൈക്ക് പ്രിന്റ് ആവട്ടെ, ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ, TV എന്നിട്ട് നമ്മുടെ ഓൺലൈൻ അല്ലെങ്കിൽ ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയൊക്കെ ഒരുപാട് പേരിലേക്ക് എത്തും. സോ അങ്ങനെയുള്ളപ്പം ഫീഡ്ബാക്ക് പക്ഷേ സ്ലോ, വീക്ക്, ഡിലേഡ് ആയിട്ടാണ് കണക്കാക്കുന്നത് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം. കാരണം വെച്ചാൽ ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ 2 വ്യക്തികൾ തമ്മിലുള്ളതാകുമ്പോൾ ഫീഡ്ബാക്ക് പെട്ടെന്ന് കിട്ടും, റൈറ്റ്? പക്ഷെ മാസ് കമ്മ്യൂണിക്കേഷൻ ആ ഒരു ഫീഡ്ബാക്ക് സ്ലോ ആൻഡ് ഡിലേഡ് ആണ്.
ഐ സെഡ് സ്ലോ ആൻഡ് ഡിലേഡ്. ഓക്കെ, പക്ഷെ ഇന്റർപേഴ്സണൽ ആണ് കമ്പാരിറ്റീവ്ലി എഫക്റ്റീവ് എന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ കൂടി, കാരണം എന്താ, നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, അനോണിമസും ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഓഡിയൻസിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. സോ നമ്മൾ ആരെയാണ് അഡ്രസ് ചെയ്യുന്നത്, അവരെല്ലാവരും ഓരോരോ പേഴ്സ്പെക്റ്റീവ്, ഓരോരോ യുണീക്ക് ആയിട്ടുള്ള തോട്ട്സും കാര്യങ്ങളും ഉള്ളവരായിരിക്കും. അവരുടെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ റിസീവ് ചെയ്യണമെന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഫീഡ്ബാക്കിലും ഇത്തരം ഒരു പ്രശ്നങ്ങൾ വരുന്നത്. സോ കാരണം എന്താണ്, നമ്മുടെ ഓഡിയൻസ് ഫ്രാഗ്മെന്റഡ് ആണ്, അനോണിമസ് ആണ്, ഹെട്രോജീനിയസ് ആണ്. സോ ഇത് നമ്മുടെ യൂണിറ്റ് 1 കമ്മ്യൂണിക്കേഷൻ പ്രോസസിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ള ഒരു പാർട്ട് 1 വീഡിയോ ആണ്. ഇനി പാർട്ട് 2 വീഡിയോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഇതിൽ വരും. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗ്രോത്ത് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്ലസ് കുറച്ചും കൂടെ സൊസൈറ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന കുറച്ച് ഡിവിഷൻസും കാര്യങ്ങളും, പിന്നെ കുറച്ച് കൺവെൻഷണൽ മീഡിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകും. കാരണം നമുക്ക് ഡിജിറ്റൽ മീഡിയനെ കുറിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ കുറച്ച് ബേസിക് ആയിട്ട് വേണ്ട ഫൗണ്ടേഷൻസും കാര്യങ്ങളാണ്. സോ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.